ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന മൈ വേ ബൈ കല്യാണിയുടെ അടുത്ത കഥയാണ് പറയാൻ പോകുന്നത്. ഇന്നലെ അതായത് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കേട്ടത് കല്യാണിയുടെ വേർഷൻ ആയിരുന്നു. അതായത് കല്യാണി ആദ്യം ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ലോങ് വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തു. അതിന്റെ വേർഷൻ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ പറയും, കാരണം വീഡിയോ ലെങ്തി ആയി പോകും എന്നതുകൊണ്ടാണ് ഞാൻ പറയണത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ബിയോണ്ട് സീൻസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറിന്റെ ചാനലിൽ നിന്ന് ഡോക്ടറും ആ യൂട്യൂബറും കൂടി സംസാരിച്ച് കുറച്ച് ഓഡിയോ ക്ലിപ്സും പിന്നെ അവിടുത്തെ കുറച്ച് CCTV ദൃശ്യങ്ങളും നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ കൂടി കാണും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണിയുടെ ഇരട്ടത്താപ്പ്. കല്യാണി അവിടെ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ കല്യാണിയുടെ വേർഷൻ മാത്രം. നമുക്ക് ഇനി ഡോക്ടേഴ്സിനെ കൂടി വേർഷൻ ഒന്നുകൂടി കേൾക്കണ്ടേ? കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫേമസ് ആയിട്ട് ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറിന്റെ കാര്യങ്ങളോട് നമ്മളൊന്നും അറിയണ്ടേ? അവർ ഒരു ടീമിനെ പോലും ഇതുവരെയായിട്ടും ഒരു കൊളാബിനോ കാര്യങ്ങൾക്കോ ഒന്നും വിളിച്ചിട്ടില്ല. കൂടാതെ കഴിഞ്ഞ വീഡിയോയിൽ കല്യാണി പറയുന്നുണ്ട്, ഞാൻ കൊളാബ് ഇവരുടെ ക്ലിനിക്കാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് എനിക്ക് അതിനുള്ള തെളിവ് കാണിക്കണം, അത് അവർ പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കല്യാണി അതിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. എന്തായാലും കല്യാണി വളരെ തന്മയത്തോടെയാണ് ഇന്നലെ വീഡിയോസ് വന്ന് എന്തായാലും അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, കല്യാണിയുടെ സബ്സ്ക്രൈബേഴ്സിനോടും ഒക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു വീട്ടിലെ സകല കാര്യങ്ങളും, അതായത് ഡെയിലി എനിക്കൊന്നൊരു 3 to 4 വീഡിയോസ് ഇടും അല്ലെ കല്യാണി? ഷോർട്ട് വീഡിയോസ് ആണല്ലോ ഇടും, ലോങ് വീഡിയോസ് ഇട്ടില്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് ആണല്ലോ ഇടും. അങ്ങനെ ഇടുന്ന കല്യാണി, അതായത് ഇവൻ ഡ്രസ്സ് വാങ്ങിച്ചാലും നാഴേക്ക് 40 വാങ്ങിക്കുന്ന ക്രീമുകൾ വാങ്ങിച്ചാലും, ഇവൻ കുക്കിംഗ് ആണെങ്കിലും എന്ത് കറി ഉണ്ടാക്കിയാലാണെങ്കിലും, പിന്നെ അതേപോലെ തന്നെ ഇവൻ മാർക്കറ്റിൽ പോകുകയാണെങ്കിലും ഡെന്റൽ ക്ലിനിക്കിൽ പോകുന്നതാണെങ്കിൽ, അങ്ങനെ എന്ത് തക്കട പുക്കട എല്ലാ സംഭവങ്ങളും കല്യാണി എന്ത് ചെയ്യും, നമുക്ക് ഷോർട്സ് വീഡിയോ ആയിട്ട് കാണിക്കാറുണ്ട്. എന്തുകൊണ്ട് കല്യാണി പറയുന്നത് 7 മാസം അല്ല 6.25 മാസം കല്യാണി അവിടെ ട്രീറ്റ്മെന്റ് എടുത്തു എന്നാണ് പറയണത്. ഇത്രയും കൊല്ലമായിട്ട് കല്യാണി ഈ ഫീൽഡിൽ നിൽക്കുന്ന കല്യാണി ഈ 7 മാസമായിട്ട് കല്യാണി ക്ലിനിക്കിൽ പോയി എന്താണ് വീഡിയോ, അതായത് ക്ലിനിക്കിൽ പോകുന്ന ഈ സ്കിൻ ക്ലിനിക്കിൽ പോകുന്ന ഒരു വീഡിയോ പോലും കല്യാണി ഷോർട്സിലിട്ടില്ല. ലോങ് വേണ്ട, ഷോർട്സിലിട്ടില്ല. അപ്പൊ അതായത് കല്യാണിയുടെ ഉദ്ദേശം എന്താണ്? സത്യമൊന്നും കാണിക്കുന്നില്ല. അത് താൻ ഇന്ന ക്ലിനിക്കിൽ പോയി ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യുന്നുണ്ടെന്ന് ആരും അറിയരുത്. പകരം നാട്ടുകാർ മുഴുവൻ ഇതുപോലെയുള്ള ക്രീമും പിന്നെ പ്രൊമോഷൻസും ഒക്കെ കാണിച്ച് പറ്റിക്കണം. അതാണ് കല്യാണിയുടെ ഉദ്ദേശം. എന്തായാലും കൊള്ളാം. എന്തായാലും കല്യാണം ചെയ്തിട്ട് പുതിയ കുറേ കള്ളത്തരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടാം. 30 ശനിയാഴ്ചയായിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് കണ്ടത്. ഞാൻ കൊച്ചിക്കാരത്തെയോ ഐ ക്യാൻ പ്രൊവൈഡ് ദി ഫ്ലൈറ്റ് ടിക്കറ്റ് ഡീറ്റെയിൽസ്, എന്റെ അപ്പോയിന്റ്മെന്റ് ഡേറ്റ്സ്, അവരുടെ അപ്പോയിന്റ്മെന്റ് കൺഫർമേഷൻ എടുത്തിരിക്കുന്നത് കസ്റ്റമർ കെയർ. May 30 കസ്റ്റമർ വൈഫ് വന്നതിന്റെ കൺഫർമേഷൻ. ആദ്യത്തെ തവണ. രണ്ടാമത്തത് എന്തായിരുന്നു? 1-ാം തീയതി അതിന് എന്താ പറയുക റെസീറ്റ് കിട്ടിയെന്നുള്ളത്. 1-ാം തീയതി തിങ്കളാഴ്ച ഞാൻ ക്ലിനിക്കിലില്ലാത്ത സമയത്ത് മെറ്റർ ക്ലാസ് ഞാനില്ലല്ലോ, അത് കാണുന്നില്ലല്ലോ. അതെന്താ? അവർ ആദ്യം ഷൂട്ട് ചെയ്ത മെറ്റർ ക്ലാസിനെ കൂട്ടിയിട്ട് അവരെ May 30 1-ാം തീയതി ജൂൺ തിങ്കളാഴ്ച ഞാൻ ദുബായിലായിരുന്നു. ദുബായിലുള്ള സമയത്തായിരുന്നു ഇതെല്ലാം ക്ലിനിക്കിൽ വീണ്ടും വന്ന് അവർ പ്രശ്നമാക്കിയത്. ആ മെറ്റർ ക്ലാസ് പറയുന്ന ഒരു കാര്യം എന്താ? ബില്ല് ചോദിച്ചാൽ തന്നില്ലായിരുന്നു. അത് 30-ാം തീയതി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. അവർ എപ്പോൾ പോകുമ്പോഴും ഒരു ഹാർഡ് കോപ്പി അവർ ബില്ലിൽ അവർ കവറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ ഹസ്ബൻഡ് ചോദിക്കും ഈ വാട്സാപ്പ് വഴി ഒന്ന് ഷെയർ ചെയ്യുന്നു. ചില സമയത്ത് അതും ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ വന്ന് ഒച്ചുണ്ടാക്കിയ മെറ്റർ ക്ലാസിന്റെ ഡിസ്ക്രിപ്ഷൻ, മെറ്റർ ക്ലാസ് തന്നിരിക്കുന്ന വീഡിയോ കൂട്ടിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ എന്താ? ഈ പറഞ്ഞ ഒരു ബില്ലാണ്. അത് ഞാനും ഒന്ന് എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു. 8 മാസം മുന്നേ വരുന്ന ബില്ലുകൾ ഞങ്ങൾ കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് റിലീസ് ചെയ്യാം. ഈ മാസത്തോടെ ഞങ്ങൾക്ക് തരാം. അത് തന്നെയാണ് May 30 1-ാം അവർ വന്നത്. ഞങ്ങൾക്ക് അതേ എക്സ്പ്ലനേഷൻ തന്നെ. കല്യാണി പറയുന്നത് വെച്ചാല് ഡോക്ടർ ആക്ച്വലി ലക്ഷങ്ങളായിട്ടുണ്ട്, ബട്ട് ഇതിന്റെ ഹാഫ് അമൗണ്ടിന്റെ മാത്രം ബില്ല് പറയാൻ കൊടുത്തിട്ടുള്ളതാണ് ക്ലെയിം ചെയ്യുന്നത്. ബില്ലുകളെല്ലാം അയച്ചു തരാൻ വേണ്ടി നിങ്ങൾ ഇമെയിലോ അയച്ചു തരൂ എന്നത് കസ്റ്റമർ കെയർ അയച്ചിരുന്ന മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടാണ്. കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് ഒരു ക്ലയന്റിന് ബില്ല് വേണം എന്ന് പറയണമെങ്കിൽ ആ ബില്ല് ഏത് ഇമെയിലോട്ടാണ് അയച്ചു തരട്ടെ എന്ന് ചോദിച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട്. ആൻഡ് ഷീസ് നോട്ട് റെസ്പോണ്ടഡ്. And then we have sent a registered code to her saying that we've already given you all the bills. Despite that you still want all the bills, you let me know there are specific dates that you're looking for. You're looking at the entire bills again. We can send it to you. That's the reply that we sent. She has not responded. And then the next hard copy. No, hard copy is an internal copy. Digital copy can be sent to all of them. And the registered personal reply ഉണ്ട്. അതായത് ഇതിനകത്ത് പറയുന്നത്, അതായത് ഈ വോയിസിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30-ാം തീയതി ഈ പറയുന്ന കല്യാണിയും ഹസ്ബൻഡും ആ ക്ലിനിക്കിൽ പോയിട്ടുണ്ട്. അന്നേരം ഇവരോട് സംസാരിക്കാൻ നേരത്താണ് ഇവിടെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ആ ടൈമില് ഹസ്ബൻഡ് ഈ മെറ്റാ ക്ലാസ് വെച്ചിട്ട് വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നിലുഫർ എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർ പറയുന്നുണ്ട് വീഡിയോസ് എടുക്കരുത്, ഷൂട്ട് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരി ഇട്ടേക്കുന്ന ഡ്രസ്സ് ഇത്തിരി ട്രാൻസ്പെറന്റ് ആണ്, സോ അതുകൊണ്ട് എടുക്കരുത് എന്ന് പറയും. അന്നേരത്തെ ഇയാൾ ഗ്ലാസ് ഊരി എന്ത് ചെയ്യും, നെഞ്ചത്തോടെ അങ്ങോട്ട് വെക്കും.
അപ്പൊ അതുവഴി ഇതാക്കാറോ. അപ്പൊ അന്നേരത്തേക്ക് പുള്ളിക്കാരി പറയുന്നുണ്ട്, അതായത് ഈ ഡോക്ടർ പറയുന്നുണ്ട് പുള്ളിക്കാരിയുടെ ഫ്രണ്ട് ഭാഗം ഒന്ന് എക്സ്പോസ് ആവുന്ന രീതിയിലാണ് അന്നേരം വീഡിയോ എടുത്തത്. സത്യം പറഞ്ഞാൽ അവരുടെ അനുവാദമില്ലാതെ അവരുടെ ക്ലിനിക്കിൽ ചെന്നിട്ട് ഇവര് ഈ ഷൂട്ട് ചെയ്യണത് തെറ്റല്ലേ? ശരിയാണ്. അതും അവരുടെ ഒരു കോമൺ ഏരിയയിൽ നിന്നിട്ടല്ല, അവരുടെ എവിടെ നിന്നിട്ട് അവരുടെ കൺസൾട്ടേഷൻ ഏരിയയിൽ വെച്ചിട്ടാണ് ഇവര് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളൊക്കെ വന്ന് കാണിക്കുന്നത്. ഈ കല്യാണി കഴിഞ്ഞ ദിവസം നമുക്ക് പങ്കുവെച്ചതെന്ന് പറഞ്ഞാൽ 1-ാം തീയതി വിഷ്വൽസ് ആണ് നമുക്ക് കാണിച്ചു തന്നേക്കണം. പക്ഷെ 1-ാം തീയതി വിഷ്വൽസ് അല്ല നമുക്ക് കാണേണ്ടത്, ഈ 30-ാം തീയതി വിഷ്വൽസ്. എന്തായാലും നിങ്ങൾ ഇത് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞാലേ, അപ്പൊ നമുക്ക് കാണേണ്ടത് ഈ 1-ാം തീയതി വിഷ്വൽസ് അല്ല, 30-ാം തീയതി വിഷ്വൽസ് ആണ് കാണേണ്ടത്. അപ്പൊ അത് ആദ്യം വേണേ കല്യാണി ആ ഒരു കാര്യം ഇവിടെ കൊണ്ടുവന്ന് വെക്കി. അതെന്തായാലും വെക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് വെക്കും നിങ്ങൾ എന്തായാലും. അല്ലാതെ ഈ ഇത്രയും വലിയ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് കഷ്ടം കല്യാണി. അതായത് നിങ്ങൾ CCTV ഫുട്ടേജ് കാണിച്ച് തെളിയിക്കണം. അതായത് കല്യാണി കൊലാബ് ചോദിച്ചിട്ടുണ്ടോ എന്നും പറഞ്ഞിട്ടാണ് കല്യാണി പറയുന്നത്. പുള്ളിക്കാരത്തി CCTV ഫുട്ടേജ്, അതായത് കൊലാബറേഷൻ ചോദിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ എന്തെങ്കിലും ക്ലിനിക്കൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വളരെ പാടില്ലട്ടോ. ഹോൾ പോയിന്റ് ഞങ്ങൾ തമ്മിലുള്ള ഒരു എൻറ്റയർ റാപ്പ് തെറ്റ് തുടങ്ങിയതിന് ഓൺലി ബിക്കോസ് ഷീ ആസ്ക്ഡ് മീ കോൾ. നൗ ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ റൂമിൽ ആ കുട്ടി എന്താ പറയാ ഡ്രസ്സിന്റെ എല്ലാ ക്ലയൻസും ചിലപ്പോൾ ബോഡിയിലൊക്കെ മാർക്ക് ഉണ്ടാവില്ലേ, ആ മാർക്കുകൾ കാണിക്കുന്ന സമയത്ത് CCTV ഇല്ല. കൺസൾട്ടേഷൻ റൂമിലും പ്രൊസീജിയർ റൂമിലും CCTV ഇല്ല. കോമൺ ഏരിയാസ് ആണ് CCTV ഉള്ളത്. എന്റെ റൂമിൽ ഇരിക്കുന്നത് തന്നെ ഞങ്ങൾ കട്ട് ഓഫ് ചെയ്ത് വെച്ചേക്കാണ് CCTV. കാരണം ഈ ക്ലയൻസ് പറഞ്ഞ ഓരോന്ന് കാണിക്കുന്നത് റൂമിൽ. അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഹസ്ബൻഡ് മെറ്റാ ക്ലാസ് മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്റെ റൂമിൽ, എന്റെ കൺസൾട്ടേഷൻ റൂമിൽ വെച്ചിട്ടാണ്. റിലീസ് ദാറ്റ് ഫുട്ടേജ്. അതിലുണ്ടായിരിക്കണം ആ കൊളാബറേഷന്റെ കാര്യം പറഞ്ഞത്. കാരണം മെറ്റാ ക്ലാസിന്റെ കാര്യം പറഞ്ഞ ആ ഷൂട്ട് ചെയ്ത സമയത്ത് അവരുടെ ഫുട്ടേജ് ഉണ്ടാവേണ്ടതാണത്. കാര്യം ഞങ്ങളുടെ ഫുട്ടേജിൽ അപ്പൊ ഞാൻ എടുത്ത് ചോദിക്കാൻ ചെയ്യുന്നുണ്ട്, ഈ കൊളാബ് എന്ന് പറയുന്ന സംഭവം ഇറ്റ് ഡസന്റ് വർക്ക് ഇൻ അവർ ബ്രാൻഡ് ലൈക്ക് ദാറ്റ്. ഫസ്റ്റ് ഈ കൊളാബ് ഇങ്ങനെ പ്രൊസീജിയർ കൊളാബ് ചോദിക്കുന്നതിന് വളരെ മുമ്പേ തന്നെ അവരടുത്ത് ചോദിച്ചത് പ്രൊഡക്ട്സ് അയച്ചു കൊടുക്കുമോ മാസം അവരത് പ്രൊമോട്ട് ചെയ്യാതെ. വി ഡോണ്ട് വാണ്ട് എനിവൺ ടു പ്രൊമോട്ട് അവർ ബ്രാൻഡ്. അപ്പൊ അന്ന് ചോദിച്ചതിന് ശേഷം പിന്നീട് മാസങ്ങൾക്ക് ശേഷം എന്റെ അടുത്ത് വന്ന് ചോദിച്ച കാര്യമാണ് ഇങ്ങനെ വേറെ ശരിക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് റേറ്റ് ഇല്ല, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കുന്നില്ല, ഒന്നിനെ നിങ്ങൾ ഫ്രീ ആയിട്ട് തരും, അപ്പൊ ഞാൻ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് എല്ലാ ഡീറ്റെയിൽസ് അവിടെ തല്ലെന്ന് പറഞ്ഞത്. ഇനി വേറൊരു വർഷം കൂടെ പറയാം. അതിപ്പോ പറയുന്നത് കഷ്ടമാണ്. ഐ വിൽ നോട്ട് നെയിം ദ ഡോക്ടർ. അവർ പറഞ്ഞിരിക്കുന്ന ഡെർമറ്റോളജിസ്റ്റ് ട്രിവാൻഡ്രത്തുള്ള ആ ക്ലിനിക്കിൽ ഞങ്ങളുടെ എക്സ് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജീവലക്ഷ്മി അവിടെ പോയി സംസാരിച്ചതിന്റെ എവിഡൻസും എനിക്കുണ്ട്. ഇനി വേറെ വശം, അവർ ഉപയോഗിക്കുന്ന ഈ കൊറിയൻ ഗ്ലൂട്ടതൈൻ എന്നാണ് ഇഞ്ചക്ഷൻ, ആൻഡ് ദാറ്റ് ഇസ് ഇല്ലീഗൽ. ജീവലക്ഷ്മി ഇത് സ്ഥിരം കേസ് വല്ലാതെ മോശമാക്കുകയാണെങ്കിൽ ഐ വിൽ ഹാവ് ടു പുട്ട് ഔട്ട് ദ ഡെർമറ്റോളജിസ്റ്റ് നെയിം. ദാറ്റ് ഇസ് ദ ട്രൂത്ത്. നമ്മുടെ നാട്ടിലെ എത്തിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഞങ്ങളെ പോലത്തെ ആളുകളെയാണ് ഇത് ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. There are enough and more doctors, qualified dermatologists who does not follow ethical practices, and I will fight against it. അതേ പറഞ്ഞ് എനിക്ക് ആവശ്യത്തിനേറെ എവിഡൻസസ് ഉണ്ട്, and she knows that. ഇനി കല്യാണിയുടെ അടുത്തൊരു കള്ളത്തരം, അതായത് കല്യാണി പറയുന്നുണ്ട് കല്യാണിയുടെ ബർത്ത് മാർക്ക് മാറ്റാൻ വേണ്ടിയാണ് ഈ ക്ലിനിക്കിൽ പോയത് എന്ന് പറയുന്നുണ്ട്. ആ ഡോക്ടർ ഇതിനെ നിഷേധിക്കുന്നുണ്ട്. ആ ഓഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം. Even her father got the same mark. So അതിനു വേണ്ടിയിട്ടാണ് അവിടെ വന്നേക്കുന്നത്. The first time she came to your clinic for that reason. ആ ഒരു ബർത്ത് മാർക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ബർത്ത് മാർക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? അബ്സല്യൂട്ട്ലി റോങ്. ഞങ്ങളുടെ ക്ലിനിക്കിൽ ഫയലിൽ കൃത്യമായിട്ടുണ്ട് അത് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റിറോയിഡിന്റെ പേരും അത് എത്ര നാൾ ഉപയോഗിച്ചുള്ളത്. ആൻഡ് വി ക്യാൻ സബ്മിറ്റ് ദാറ്റ് നോട്ട് ഓൺ യൂട്യൂബ്. യൂട്യൂബ് ഇസ് നോട്ട് എ ലീഗൽ പ്ലാറ്റ്ഫോം. വി ഹാവ് ദാറ്റ്. അത് ഹസ്ബൻഡിന് അറിയാലോ. ഹസ്ബൻഡ് ഇത് ഞങ്ങൾ കാണിച്ചു കൊടുത്തപ്പം ഹസ്ബൻഡ് അന്ന് പെട്ടെന്ന് വയസ്സിൽ നോക്കി അവർ സ്റ്റിറോയിഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ പതുക്കെ ആക്കിയതും പിന്നെ നമ്മൾ അതാണ് മെയിൻ കൺസേൺ. മെയിൻ സ്റ്റിറോയിഡിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപയോഗിച്ച് പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ട് ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരത്തി പറഞ്ഞേക്കുന്നത് ആദ്യത്തെ കാര്യം ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റിംഗ് ദാറ്റ് therefore I am എനിക്കും ബില്ല് തന്നിട്ടില്ല. Your other clients told her that they have not given the bill. Why can't she just reveal their name then? Why don't she just put out the name? I would like to know. ഇപ്പൊ ഞാൻ വേറെ കാര്യം പറയട്ടെ, ഈ കുട്ടി പൈസ തന്നിരിക്കുന്ന എല്ലാത്തിനും ഞങ്ങൾ GST ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബില്ല് തരാതെ നമ്മൾ GST ക്ലെയിം ചെയ്യോ? Where is that? ഹലോ, അപ്പൊ ബില്ല് കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കമ്പനി ആയിട്ട് ഞാനാണെങ്കിൽ നമുക്ക് ഒരു ബ്ലാക്ക് മണി കാര്യങ്ങളൊക്കെ ഇല്ലേ? Why don't you just write to the income tax then? Let people come here and check. ഇതുപോലെയാണോ ഡെർഫോറൈൻ ക്ലിനിക് ആണെന്നും പറഞ്ഞിട്ട് അവരുടെ ഒരു വീഡിയോയുടെ താഴത്ത് ആരെങ്കിലും കൊണ്ട് എഴുതിപ്പിച്ചിട്ട് കമന്റ് ചെയ്യിച്ച പോലെ ഞങ്ങളുടെ ക്ലയൻസ് ജീവലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ചിട്ട് ഞങ്ങൾക്കും ബില്ല് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ക്ലയൻസ് എനിക്ക് എന്തെങ്കിലും ഐ ലൈക്ക് ടു നോ. ഐ വുഡ് ഡെഫിനറ്റ്ലി വുഡ് ലൈക്ക് ടു നോ. 3000 ക്ലയൻസോടെ ഞങ്ങൾ ഒരു മാസം കാണും. ആ 3000 ക്ലയൻസിന് ഞങ്ങൾ ബില്ല് കൊടുക്കാൻ നടക്കുക. How will a business run? How can we establish ourselves as a very ethical group then? ഞാൻ കാര്യം പറയാം,
നമ്മളെല്ലാ ബിസിനസ്സുകാർക്കും ഉള്ളൊരു കാര്യമാണ് ചിലപ്പോൾ ഒരു ക്യാഷിന് പേയ്മെന്റ് നടത്താൻ നടത്തുക. There is not a single cash payment that is happening here. Everything is documented, everything is accounted. We give people hard copies when they leave the clinic. Sometimes they request a digital copy, we send it in the WhatsApp. ആ GST നമ്മൾ ക്ലെയിം ചെയ്യുന്നത് ഇവര് ഞങ്ങൾ പകുതി പൈസ തന്നിട്ടുള്ളത് പറഞ്ഞെങ്കിൽ അവർ തന്നിരിക്കുന്ന എല്ലാ പൈസയും GST നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടല്ലോ. Like I said, I am ready to prove everything on the court. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ഫുട്ടേജ് അയച്ചിരുന്നില്ലേ? അതുപോലെ എവിഡൻസ് 30 എന്നെ വന്ന് കണ്ടു. 30 മെറ്റാ ഗ്ലാസിൽ ഷൂട്ട് ചെയ്തത് ആളുടെ ഭർത്താവാണ്, ഇൻസ്പെക്ടർ ഭർത്താവാണ്. അപ്പോഴാണ് ഗ്ലാസ് ഊരി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത്, യു ആർ ഷൂട്ടിംഗ് അറ്റ് നോട്ട്, അത് ശരിയല്ല, നിങ്ങൾ ഈ പ്രൈവസി എന്താ പറയുക പോളിസിനെ നമുക്ക് മാനിക്കണം. നിങ്ങൾ അത് എപ്പോഴാണ് പറഞ്ഞത് അങ്ങനെ എഴുതി വെച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പൊ ആ ഗ്ലാസ് ഊരിയ സമയത്ത് ഗ്ലാസ് കൃത്യമായിട്ട് എന്റെ ചെസ്റ്റിലോട്ടായിരുന്നു. അത് കണ്ണിൽ നിന്ന് ഒരുപാട് കൈ പിടിക്കുമ്പോൾ അത് ചെസ്റ്റിലോട്ടായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് എന്റെ ഷർട്ട് ട്രാൻസ്പെറന്റ് ആണ്, ഇത് ശരിയല്ല എന്നുള്ളത്. അപ്പോഴാണ് മുമ്പ് കയ്യിൽ നിന്ന് മാറ്റി വെച്ചിട്ട് കൈ ചൂണ്ടിയിട്ട് നാക്ക് പുറത്തിട്ട് പറഞ്ഞത് ഞാൻ കാണിച്ചു തരാമത്. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. അത് സംഭവിച്ചത് 30-ാം തീയതി. ആ ഫോട്ടോയിൽ അവിടെ അടുത്ത് റിലീസ് ചെയ്യാൻ പറയും. അപ്പോഴല്ലേ അത് കഴിഞ്ഞിട്ടാണ് 1-ാം തീയതി ഇവര് വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ഞാനാണ് കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് ഇവരെ വന്ന് കൊണ്ടുപോയത്. കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ കോൺസ്റ്റബിൾ പറഞ്ഞു ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാൻ ഇവരെ ക്ലിനിക്കിൽ നിന്ന് ഇറക്കി. അതിന്റെ ഫോട്ടേജ് ഐ വോണ്ട് ടു സെൻഡ് യു ആദർശ്. അപ്പൊ അത് ഇറക്കി കഴിഞ്ഞപ്പോൾ പോലീസുകാർ പോയി കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കെയിം ബാക്ക്. ഇവരില്ലേ ഈ പുറത്തിനകത്ത് ബിൽഡിങ്ങിന്റെ CCTV കിട്ടിയുണ്ട്. പുറത്ത് പോയിട്ട് ഓരോ സ്വകാര്യങ്ങൾ ഇവരോട് പറയുന്നതെല്ലാം CCTV ഫുട്ടേജ് അറിയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ബേസിക്കലി ടൈം ലൈൻ എവിഡൻസ് അല്ലേ ഇപ്പൊ വേണ്ടുള്ളൂ. ഇത്രയും ഒരു 6 കൃത്യസഭയ്ക്ക് പബ്ലിക്കില് ഞങ്ങൾ ഇമേജ് സേവ് ചെയ്യാൻ വേണ്ടി എവിഡൻസ് ഹാസ് ടു ബി ഗിവൻ ഇൻ ഷോർട്ട് ഫോർമാറ്റ്. ദാറ്റ് ഇസ് ഇറ്റ്. അതിന് 30-ാം തീയതി ഞാൻ പോയിന്റ് എവിഡൻസ് യു ഹാവ് ഇറ്റ്. 1-ാം തീയതി ഞാൻ ദുബായിലായിരുന്നു എന്നുള്ള എവിഡൻസ് ഓൾസോ യു ഹാവ് ഇറ്റ്. 1-ാം തീയതി ഉച്ചയ്ക്ക് കോൺസ്റ്റബിൾ പോലീസ് ഓഫീസേഴ്സ് ക്ലിനിക്കിലോട്ട് വരുന്നതും അതിന്റെ എവിഡൻസ് ഓൾസോ യു ഹാവ് റൈറ്റ് നൗ. ഇനി ഞാൻ ചോദിച്ചിട്ട് കോൺസ്റ്റബിളിനെ ഞാനല്ലേ വിളിച്ചു വരുത്തിയാലേ വരും. അവർ തന്നെ കോൺസ്റ്റബിൾ പോലീസ് ഓഫീസറിനെ വിളിച്ചു വരുത്തി അവരെ തന്നെ എന്റെ ക്ലിനിക്കിൽ പുറത്താക്കോ? ഇല്ലല്ലോ. അതുപോലെ കോമൺ സെൻസ് അല്ലേ. അപ്പൊ പോലീസുകാർ വന്ന് ഇവരെ കൊണ്ടുപോയി ഫുട്ടേജ് ഉണ്ട്. പോലീസുകാർ പോയതിനു ശേഷം ഒരു കുറച്ച് മിനിറ്റ് പോലീസുകാർ പോയി എന്നുള്ള ഉറപ്പിച്ച ശേഷം വന്നു കഴിഞ്ഞിട്ടുള്ള കല്യാണി മെറ്റാ ഗ്ലാസ് വെച്ച് ഷൂട്ട് ചെയ്തതാണ് ബാക്കിയെല്ലാം. അപ്പൊ വളരെ സൗമ്യമായിട്ട് ഡോക്ടറോട് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇത് കാണുന്നത്. അപ്പൊ ഡോക്ടർ പറയുന്നത് നിങ്ങൾ ലീഗലി പോയിക്കോളൂ എന്ന് പറയുന്നത്. ആ ലീഗലി പോയിക്കോളൂ എന്ന് പറയാനുള്ള കാര്യം അതിനൊരു 10 മിനിറ്റ് മുന്നേ പോലീസുകാർ വന്നിട്ട് കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന പറയുമ്പോൾ ഞങ്ങൾ ലീഗലി മൂവ് ചെയ്തെന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ അത് ഡോക്ടർ പറഞ്ഞോണ്ടിരിക്കുന്നത് ലീഗലി മൂവ് അതിന്റെ അർത്ഥം അവരെ കൊണ്ട് കേസ് കൊടുക്കുന്നതല്ല. അവർ വന്ന് ക്ലിനിക്കിൽ റക്കസ് ഉണ്ടാക്കിയത് കൊണ്ടാണ്. എനിക്ക് പ്രശ്നം ഇപ്പോഴാണ് ആ കുട്ടി വന്ന് എന്ത് പറയണോ എന്നുള്ളതല്ല. എനിക്കൊരു ഗവൺമെന്റ് ഓഫീസർ വന്നിട്ട് ഇങ്ങനെ ക്ലിനിക്ക് വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നത് എനിക്ക് ഇതിന്റെ എൻറ്റയർ സിനാരിയോയിൽ ഏറ്റവും വലിയ പ്രോബ്ലം. ദാറ്റ് ഇസ് അൺആക്സെപ്റ്റബിൾ ഫോർ മീ. ജീവനലക്ഷ്മിക്ക് ഇപ്പൊ ബില്ല് കൊടുക്കാതോ? ബില്ല് വേണ്ട, അവർ കേസ് കൊടുത്ത് ഗവൺമെന്റ് ഞങ്ങൾ പിടിക്കാൻ വരട്ടെ. അപ്പൊ ഞങ്ങൾക്ക് ബില്ല് ഇല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ ഫേസ് ചെയ്യാം. ഓക്കെ റൈറ്റ്. ബില്ല് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് 1000 വണ്ടി ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. എഗെയിൻ എനിക്ക് ഞാൻ വേറെ ബില്ല് മാത്രമല്ല അഡ്വാൻസ് അമൗണ്ട്സിന്റെ റെസീപ്റ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. It's very transparent here. How will we do business across all cities if we cannot keep things transparent? That's basic. Nonsense, seriously. Adarsh, please, I hope you will. I know the fact that you're recording this and you're putting it out in public. The request is, enough and more evidences I have shared with you. Okay? Yes. Now I would like to go to the court in full swing and then give my details there. Because we are a busy group. We have so many things in business to tackle. ഇവർ പറയുന്ന ഓരോ അലിഗേഷൻസിന് അവർ ഇട്ടതിന് ശേഷം ഞങ്ങൾ ഇതിന് എവിഡൻസിന് നമുക്ക് കമ്മ്യൂണിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് ടൈം കൺസ്യൂമിംഗ് ഫോർ us. Now I want to really go and full-fledged put this as a legal notice on her because she is lying. That is not right. അതേപോലെ തന്നെ ക്ലയൻസ് എന്തെങ്കിലും അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു ഞങ്ങൾക്കും ബില്ല് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് put it out. I would like to speak to that client. നിങ്ങൾക്ക് ബില്ല് കിട്ടിയിട്ടില്ലേ? അതെ, കല്യാണി പറയുന്നുണ്ടായിരുന്നു എന്ത് ഒത്തിരി പേര് കല്യാണിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, അവർക്കും ബില്ല് കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കല്യാണി ആ മെസ്സേജ് അടക്കം ഇൻസ്റ്റാഗ്രാമിൽ വന്നേക്കണ മെസ്സേജ് അടക്കം അത് പബ്ലിഷ് ചെയ്യും. അതാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ കല്യാണി ഭയങ്കര ബുദ്ധി തന്നെ. ആരാണ് ഇത്ര വലിയ മാസ്റ്റർ ബ്രെയിൻ കല്യാണിയുടെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഈ പോലീസുകാർ കൊണ്ടുപോകും അവിടെ ആക്കിയിട്ട് അവര് പറയാ അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. എന്തിന്? ഈ CCTV അതായത് ഈ മെറ്റയില് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഡോക്ടർ പറയണത് ഇത് നിങ്ങൾ ലീഗലായിട്ട് മൂവ് ചെയ്തേക്കണല്ലേ, അപ്പൊ ലീഗലായിട്ട് തന്നെ നമുക്ക് പോകാം എന്ന് പറയുന്നത്. ആ വീഡിയോ ആണ് നമ്മളെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കല്യാണം എടുത്ത് ഷൂട്ട് ചെയ്ത് പുറത്തിട്ടേക്കണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ പെണ്ണിന്റെ ഇവര് അന്നേ വന്നിട്ട് ക്രീം അങ്ങ് തേച്ചിട്ട് നോക്ക് എന്നോടത്ത് കാണിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ വീഡിയോസ് ഉണ്ടാവുമായിരിക്കും, അവരുടെ ചാനലിൽ പോയി എടുത്ത് നോക്കിയാൽ ഉണ്ടാവുമായിരിക്കും. ഞാൻ അത് ഡിലീറ്റ് ആയി കളഞ്ഞെന്ന് അറിയത്തില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക. അത്രയും വലിയൊരു കള്ളത്തരം വന്ന് പറഞ്ഞ കല്യാണിയാണ് ഇപ്പൊ വീണ്ടും നമ്മളെ നാട്ടുകാരെ പറ്റിക്കാനായിട്ട് വീണ്ടും കല്യാണി ഇറങ്ങിയിരിക്കുന്നത്. കഷ്ടം. എന്നിട്ട് എന്തൊരു പൊളൈറ്റ്നെസ്സോടെയാണ് ഇന്നലെ കല്യാണി വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് വന്ന് വീഡിയോ ഇടുന്നത്.
എന്തായാലും കല്യാണി പറയാതിരിക്കാൻ വയ്യ, വീണ്ടും വീണ്ടും പറയാം. എന്നാലും ഇത്രയും ഈ 7 മാസത്തോളം കല്യാണി ഈ ക്ലിനിക്കിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അതിന്റെ 1% വീഡിയോ പോലും ഒരിക്കൽ പോലും കല്യാണിയുടെ ഒറ്റ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടില്ലല്ലോ. വളരെ നല്ലത് കാര്യം. നാട്ടുകാർക്ക് മുഴുവൻ ഈ പ്രൊമോഷൻ വർക്കിലെ വീഡിയോസ്, അതായത് ക്രീംസും കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ പോയിട്ട് അതായത് ക്ലിനിക്കുകളിലും പോയിട്ട് നല്ല വില കൂടിയ ലക്ഷങ്ങൾ മുടക്കി ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ വലിയൊരു ഉടായ്പാണ് ഈ ഗ്ലാമികങ്ങ എന്നൊക്കെ പറഞ്ഞത്. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടി നന്നായിട്ട് ജീവിച്ചിട്ടുണ്ട്, ഓക്കെ, അതൊക്കെ സമ്മതിക്കുന്നു, ഓക്കെ. പക്ഷെ ഇവരൊക്കെ ഇതുപോലെ ക്ലിനിക്കുകളിലും മറ്റും പോയിട്ടാണ് ഇവരുടെ ചർമ്മം ഇത്ര ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നത്. ഇവർക്ക് അതിനനുസരിച്ചുള്ള വരുമാനമുണ്ട്, ലക്ഷങ്ങൾ വരുമാനമുണ്ട്. അപ്പൊ ഇവർ ഈ ചെയ്യുന്നത് മുഴുവൻ ഈ തുക കൊണ്ട്, ഈ നാട്ടുകാരെ പറ്റിച്ചിട്ടുണ്ടാകുന്ന ഈ തുക കൊണ്ടാണ് ഇവര് പോയിട്ട് ഇതൊക്കെ ചെയ്യണം. എന്നിട്ട് ഇവര് ക്ലിനിക്കിൽ പോകുന്ന കാര്യങ്ങളൊന്നും പറയില്ല. എന്നിട്ട് നിങ്ങൾ ആ ക്രീം തേക്കും, ഈ ക്രീം തേക്കും, ഇന്ന ടെസ്റ്റ് ചെയ്യൂ, ആ ടെസ്റ്റ് ചെയ്യൂ, ഈ ടെസ്റ്റ് ചെയ്യൂ എന്നൊക്കെ വന്ന് പറയും. എന്തായാലും കൊള്ളാം. എന്തായാലും കല്യാണി ഈ കാണിച്ചിരിക്കുന്ന തെണ്ടിത്തരത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ കൺസേൺസും, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ദയവായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.